ഓം ശാന്തി. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കൽപ്പറ്റ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷാബന്ധന മഹോത്സവം ഓഗസ്റ്റ് 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ആഘോഷപൂർവ്വം കൊണ്ടാടി. സെന്ററിൽ വച്ചായിരുന്നു പ്രോഗ്രാം. കൃത്യം 9 മണിക്ക് ഈശ്വരീയ അവ്യക്തമുരളി കോഴിക്കോട് ബ്രഹ്മകുമാരീസ് അസിസ്റ്റന്റ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീജ സിസ്റ്റർ കേൾപ്പിച്ചു. ഞാൻ ആത്മാ എന്ന സ്മൃതി നമ്മളുള്ളിൽ ഉണരണം. ഞാൻ ആത്മാ എന്ന സ്മൃതി നമ്മളുള്ളിൽ ഉണരുന്നു പറഞ്ഞ എന്താ അർത്ഥം? അത് ഞാൻ നേരത്തെ പറഞ്ഞ ബാബ സമ്പാദ്യം ഉണ്ടാകുമ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് നിറയും. സ്വയം ശുഭഭാവന, മറ്റുള്ളവരെ കുറിച്ചും ശുഭഭാവന, സന്തുഷ്ട സ്വരൂപം. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പബ്ലിക് ഫംഗ്ഷൻ ആരംഭിച്ചു. ആദ്യമായി BK പ്രവീൺ ദിവ്യഗീതം ആലപിച്ചു. ശിവനേ എൻ സ്മൃതി രൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹ തിരചേരും മാനസത്തിൽ. വയനാട് ബ്രഹ്മകുമാരീസ് ഇൻചാർജ് രാജയോഗിനി ബ്രഹ്മകുമാരി ഷീല ബെഹൻജി എല്ലാ അതിഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ രക്ഷാബന്ധനത്തിൻ്റെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും ഭംഗിയാക്കി തരാൻ വേണ്ടി, ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ സമയത്തും കൂടെ നിൽക്കുന്നത് സർവേശ്വരനായ പരംപിത ശിവപരമാത്മാവാണ്. ആദ്യമായി ഞാൻ എൻ്റെ മനസ്സിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സർവേശ്വരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതിനുശേഷം BK സിസ്റ്റേഴ്സ് എല്ലാ അതിഥികളെയും പൂവും തിലകവും നൽകി സ്വീകരിച്ചു. മേപ്പാടി അമൃതാനന്ദമയി ആശ്രമ മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒപ്പം ജലജ ബെഹൻജിയും മറ്റ് എല്ലാ സഹോദരീ സഹോദരന്മാരും ഒന്നിച്ച് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ധന്യമാക്കി. തുടർന്ന് സ്വാമി വേദാമൃതാനന്ദപുരി തൻ്റെ ഉദ്ഘാടന പ്രഭാഷണം ചെയ്തു. ഒരു ഭാഗത്ത് നമ്മൾ ആത്മീയമായിട്ട് സമൂഹത്തെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുപോകാൻ, നന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആസുരികമായിട്ടുള്ള ശക്തികൾ അതിനേക്കാൾ ഇരട്ടിയാണെന്ന് ലോകത്ത് കാണുന്നത്. അതുകൊണ്ട് പക്ഷെ ആത്യന്തിക വിജയം ധർമ്മത്തിന് തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങൾ, പ്രവർത്തനങ്ങൾ ഈ പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് വൃഥാവിലാകില്ല എന്നുള്ള, നമ്മൾ ഏത് പ്രയത്നവും, നമ്മുടെ ചിന്തയായിക്കോട്ടെ, സകലതും പ്രകൃതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നാണ്. നമ്മുടെ മനസ്സായിക്കോട്ടെ, ചിന്തയായിക്കോട്ടെ, വാക്കായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ പ്രകൃതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് കർമ്മനിയമമൊക്കെ പറയുന്നത്. അഹങ്കാരമില്ലാതെ സ്വീകരിച്ചുകൊണ്ട് ഒരു അനായാസമായിട്ട് പക്ഷികൾ എങ്ങനെയാണോ ഈ ആകാശത്തിൽ പറന്നു പോകുന്നത്, അതുപോലെ നമുക്ക് അനായാസമായിട്ട് പ്രപഞ്ചത്തിൽ ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. ഒന്നും ഭാരമല്ലാത്ത ഒരവസ്ഥ. നമ്മളെല്ലാം സമൂഹത്തിൽ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, രാഷ്ട്രീയത്തിലേക്കെല്ലാം ഭാരമാണ്. ആ ഭാരത്തെ ഒന്ന് ഇറക്കി വെക്കുക എന്നുള്ളതാണ്. തുടർന്ന് കോഴിക്കോട് വയനാട് ബ്രഹ്മകുമാരീസ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ജലജ ബെഹൻജി രക്ഷാബന്ധന സന്ദേശം എല്ലാവർക്കുമായി നൽകി. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ ഓരോരോ ഉത്സവത്തിനോ ഓരോ രഹസ്യങ്ങളുണ്ട്, അതിൻ്റെയായ മഹത്വമുണ്ട്. ഈ രക്ഷാബന്ധനം കർക്കിടക മാസത്തിൻ്റെ പൗർണിമ ദിവസമാണ് ഞങ്ങൾ ഈ രക്ഷാബന്ധന അല്ലെങ്കിൽ ഉപകർമ്മം, അതായത് സാധാരണ ലൗകികത്തിലുള്ള ബ്രാഹ്മണന്മാർ പൂനൂല് മാറ്റുന്ന, പുതിയ പൂനൂല് ഇടുന്ന ഒരു ഉത്സവം കൂടിയാണ് ഈ രക്ഷാബന്ധനം. അതിൻ്റെയായ ലൗകികത്തിലോ അലൗകികത്തിലോ അതിൻ്റെയായ മഹത്വമുണ്ട്. കാരണം നമ്മുടെ ഭാരതം ഉത്സവങ്ങളുടെ നാടാണ്. എന്നില്ലെങ്കിൽ നാളെ ഇങ്ങനെ പല ഉത്സവങ്ങളും നമ്മൾ ഭാരതത്തിൽ ആഘോഷിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ഒരുപാട് രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ രഹസ്യങ്ങൾ അറിയാതെ അതൊരു ചടങ്ങായി മാറ്റിയിരിക്കുകയാണ്. വാർഡ് കൗൺസിലറായ കുഞ്ഞുട്ടിക്ക ചടങ്ങിന് ആശംസകൾ നേർന്നു. എന്താണ് രക്ഷാബന്ധൻ അഥവാ രാഖി? ഇതിനെപ്പറ്റി വിപുലമായിട്ട് തന്നെ നമുക്ക് ബഹർജി ഇവിടെ ക്ലാസ് എടുത്തു കഴിഞ്ഞു. എല്ലാ മതത്തിലും ഇതേമാതിരി രക്ഷാബന്ധനുണ്ട്. മുസ്ലിംസിനുണ്ട്. മുസ്ലിംസിന് നേർച്ച സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഉസ്താദ് ഒരു രക്ഷാബന്ധൻ നൂല് മന്ത്രിച്ച് കെട്ടിത്തരാറുണ്ട്. അത് എല്ലാ മതത്തിലും ഉള്ള കാര്യങ്ങളാണ്.
കോഴിക്കോട് ബ്രഹ്മകുമാരീസ് അസിസ്റ്റന്റ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീജ സിസ്റ്റർ രക്ഷാബന്ധന പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. ഞാൻ ഏതെങ്കിലും ദേഹധാരിയായ ആത്മാവിൻ്റെ സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും ആകർഷണത്തിൽ വരികയില്ല. എല്ലാവരെയും ആകർഷണത്തിൽ നിന്ന് മുക്തനാക്കി ജീവിക്കും. ഞാൻ പരമാത്മാ സ്നേഹത്തിലൂടെ എല്ലാ പരിശ്രമത്തിൽ നിന്നും മുക്തനായിരിക്കും. മറ്റുള്ളവരെ മുക്തനാക്കുകയും ചെയ്യും. ഞാൻ മനസ്സ, വാച, കർമ്മണ സൃഷ്ടിയുടെ നന്മയ്ക്കു വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി, എൻ്റെ നന്മയ്ക്കു വേണ്ടി എല്ലാം ഉപയോഗിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് കോഴിക്കോട് ബ്രഹ്മകുമാരീസ് അസിസ്റ്റന്റ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ എല്ലാവരെയും രാജയോഗ അനുഭൂതിയിലേക്കും നയിച്ചു. പവിത്രത, ആത്മാവായ എൻ്റെ സ്വന്തം ഗുണമാണ്. സ്നേഹം അന്തരാത്മാവിലുറങ്ങുന്ന ദിവ്യതയാണ്. ഞാൻ ആത്മാ പവിത്ര സൂര്യനായ സ്നേഹസാഗരനായ ശിവഭഗവാന്റെ സന്താനമാണ്. അകക്കണ്ണുകൊണ്ട് ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ചൈതന്യ നക്ഷത്രമായ എൻ്റെ സ്വരൂപത്തെ ഞാൻ കാണുകയാണ്. പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിരുന്നത് IIM കുന്നമംഗലം സീനിയർ പ്രൊഫസറായ BK രാധാകൃഷ്ണൻ ഭായിയാണ്. ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് അമൃതാനന്ദമയി മേപ്പാടി ആശ്രമത്തിൻ്റെ മഠാധിപതിയായ പൂജനീയ സ്വാമി വേദാമൃതാനന്ദപുരിയാണ്. മുഖ്യാതിഥികൾക്ക് ഈശ്വരീയ ഉപഹാരവും രക്ഷാബന്ധനവും നൽകിയ ശേഷം മറ്റുള്ളവർക്കെല്ലാം ഭഗവാന്റെ രക്ഷാബന്ധനം കെട്ടുന്ന സമയം ആഗതമായി. ജലജ ബെഹൻജി രക്ഷബന്ധിച്ചു. ഷീബ സിസ്റ്റർ തിലകവും, ഷീജ സിസ്റ്റർ ടോളിയും, ഷീല സിസ്റ്റർ ബ്ലെസ്സിംഗ് കാർഡും നൽകി. സീനിയർ സഹോദരി സഹോദരന്മാരിൽ നിന്ന് തുടങ്ങി ഏകദേശം 100-ലധികം ആളുകൾ തന്നെ ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ രക്ഷാബന്ധനം കെട്ടുവാൻ. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഭഗവാന്റെ രക്ഷബന്ധിച്ച ശേഷം സെന്ററിലൊരുക്കിയ ബ്രഹ്മഭോജനം കഴിച്ച് വളരെ സന്തോഷത്തോടെ മടങ്ങി. കൽപ്പറ്റ സെന്ററിലെ ഇത്തവണത്തെ രക്ഷാബന്ധനവും സമ്പൂർണ്ണ വിജയമാക്കി തന്ന സ്നേഹസാഗരനായ ശിവബാബയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.